നമസ്കാരം, പേജ് റോഡിലേക്ക് സ്വാഗതം. വണ്ടാനത്തെ ബാറിൽ നിന്നും ബണ്ടി ചോർ എന്ന് സംശയിക്കുന്ന ആളുടെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് പോലീസ്. ഇതിനോടൊപ്പം ജില്ലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ദേവീന്ദർ സിംഗ് എന്ന 54 വയസ്സുകാരൻ ബണ്ടി ചോർ കേരളത്തിൽ നിന്ന് പിടിയിലാകുന്നത് 2013-ലാണ്. അന്ന് തിരുവനന്തപുരത്തെ ഒരു വീട്ടിൽ നിന്നും 30 ലക്ഷത്തോളം വില വരുന്ന ആഡംബര കാറും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും മോഷ്ടിച്ചിരുന്നു. അതിനെ തുടർന്ന് 10 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ച് 2023 മാർച്ചിൽ ഇയാൾ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി പുറത്തിറങ്ങി. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഇയാൾ ഇനി താൻ മോഷണത്തിനൊന്നും ഇല്ല എന്നും മറ്റെന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കുമെന്നും പോലീസിനോട് പറഞ്ഞിരുന്നു. എന്നാൽ തൊട്ടടുത്ത മാസം ഏപ്രിലിൽ തന്നെ ലക്നൌവിൽ നിന്നും ഡൽഹി പോലീസിന്റെ വലയിലായി. മോഷണവുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു ആ ഒരു അറസ്റ്റും. സിറ്റിക്കുള്ളിൽ കറങ്ങി നടന്ന് സമ്പന്നരുടെ വീടുകൾ മനസ്സിലാക്കി വെക്കും. എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ കണ്ടുവച്ച വീടുകളിലെത്തി അവരുടെ ആഡംബര കാറുകളും വീടിനുള്ളിലുള്ള ആഡംബര വസ്തുക്കളും സ്വർണവും പണവും അടങ്ങുന്ന എല്ലാം അടിച്ചുമാറ്റി സ്ഥലം കാലിയാക്കും. ഇതാണ് ബണ്ടി ചോറിൻ്റെ മോഷണ രീതി. 2008 റിലീസായ ഓയെ ലക്കി ലക്കി ഓയെ എന്ന ഹിന്ദി ചിത്രം ബണ്ടി ചോറിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമായി 500-ന് മുകളിൽ കേസുകളുള്ള ബണ്ടി ചോറ് വീണ്ടും കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന സൂചനയാണ് ഇപ്പോൾ വണ്ടാനത്തെ ബാറിൽ നിന്നും ലഭിച്ചതെന്ന് കരുതപ്പെടുന്നു. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രത വേണമെന്നാണ് പോലീസ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഫുൾ കൈ ടീഷർട്ട് ധരിച്ച് തോളിൽ ഒരു ബാഗൊക്കെ തൂക്കിയാണ് ആളിൻ്റെ നിൽപ്പ്. ദൃശ്യങ്ങളിൽ നിന്ന് മറ്റൊരാളോടൊപ്പം ഇയാൾ ബിയർ കുടിക്കുന്നതും കാണാം. ജില്ലാ പോലീസ് മേധാവി ഇയാളെ ഉടൻ തന്നെ കണ്ടെത്തണമെന്ന ഓർഡർ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ പുരോഗമിച്ചു വരുന്നു. ഇയാളുടെ CCTV ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടിരിക്കുകയാണ്. നിങ്ങളിൽ ആരെങ്കിലും ഇയാളെ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ ഉടനെ പോലീസിന് വിവരമറിയിക്കാനും നിർദ്ദേശമുണ്ട്.